എത്ര മക്കൾക്ക് സ്വന്തം അച്ഛന്റെ മണ്ടയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയില്. അല്ലെന്നുണ്ടെങ്കിൽ അതിന് പോലും കെൽപ്പില്ലാതെ എത്രയോ പേരില്ലെന്നുള്ളത് എനിക്ക് ഈ കമന്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി. നിങ്ങളൊക്കെ ശരിക്ക് ഈ സ്നേഹവും കുടുംബത്തിലെ സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുള്ളിക്കാരി അവരുടെ അച്ഛന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കാത്ത എന്റെ പ്രശ്നമല്ല. അവനൊക്കെ അവന്റെ സ്വന്തം വീട്ടില് സ്വന്തം മക്കളടുത്ത് കയറി ചെല്ലാൻ വയ്യാത്തവന്മാർ മാത്രമാണ് ഇതിനകത്ത് ഈ ബാഡ് കമന്റ് ഇട്ടേക്കുന്നത്. മനസ്സിലായല്ലോ? എനിക്ക് എന്റെ മോളെ, എന്റെ മോനെ, എനിക്ക് എന്റെ അമ്മ അല്ലെ എന്റെ ഭാര്യ, ഇവരെയൊക്കെ എനിക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പം എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് ഇപ്പോഴും ആ ഒരു സ്വാതന്ത്ര്യം കാണിക്കുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്ത ഞാനാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ്. അതിനകത്ത് കടപ്പുള്ള ഒരു മറ്റവന്മാർക്കും അതിനകത്ത് കടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങള് റീച്ച് കൂടാനോ എടുക്കാനോ ഒന്നുമല്ല. എന്റെ കുഞ്ഞിന്റെ അല്ലെ എന്റെ ആ അവിടെ സങ്കടം അത് തന്നെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഇപ്പൊ എന്റെ മോൻ കല്യാണം കഴിച്ചിട്ട് വന്നൊരു കുഞ്ഞുണ്ട്. അവളും എനിക്ക് ഇത് എന്റെ കുഞ്ഞിനെ പോലെ തന്നെ ഉള്ളൂ. കാരണം ആ കുഞ്ഞും എന്റെ അടുത്ത് ആ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ ഞാൻ സന്തോഷമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാ. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പറഞ്ഞതിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായി. ഹലോ ഗൈസ്, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. അത് നല്ലതായിട്ട് കാണുന്നവർക്ക് അത് നല്ലതായിട്ട്, കെട്ടതായിട്ട് കാണുന്നവർക്ക് അത് കെട്ടതായിട്ട്, ചീത്ത കേൾക്കേണ്ടവർക്ക് അത് ചീത്തയായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ. പൊതുവായിട്ടുള്ളൊരു വിചാരമാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ കുറെ വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ കുറെ വീഡിയോസ് കൂടുതലും ഞാൻ തന്നെ ചെയ്യുന്നോണ്ട് ഞാൻ എന്തോ ഭയങ്കര വലിയ സംഭവമാണ്, ഞാൻ എന്ത് കാണിച്ചാലും ആൾക്കാര് കാണും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. എന്തുകൊണ്ടായത്? പക്ഷെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കുന്നത് എനിക്ക് കുറെയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ എന്റെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇച്ചിരി അല്ല വളരെയധികം മോശമായി പൊക്കോണ്ടിരിക്കുക. അപ്പൊ അതിനൊക്കെ പരിധിയുണ്ട്, ഒത്തിരി പരിധിയുണ്ട്. ആ പരിധിയുടെ കാരണം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വഴിയെ ഞാൻ പറയാം. എന്റെയൊക്കെ വീഡിയോസ് നമ്മൾ പറയുന്നതാണ്, കാര്യം വിവരം വ്യക്തമായി പറയാം ഗൈസ്. അല്ലാണ്ട് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മുൻതൂക്കം കൊടുക്കാനൊന്നും അല്ല ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ. എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ ഇടുന്നതിൽ ഫസ്റ്റ് എതിർത്തോണ്ടിരുന്ന ഞാനായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. വീഡിയോ ഇട്ട് തുടങ്ങി ഇപ്പം ഓരോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരെ നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോഷനായിട്ട് ചെയ്തു തരുന്ന ഒരു ദിവസം വന്നിട്ടായിരിക്കും അവർ തരുന്നത്. നമുക്ക് ആ ഒരു ദിവസത്തിൽ അത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ നമുക്ക് ഗ്യാപ്പ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എന്തിലാണെങ്കിലും. അപ്പൊ അതനുസരിച്ചായിട്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ആ ഒരു ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മളങ്ങ് ഇപ്പം ഒരു യൂട്യൂബിനകത്ത് ഒരു ഫെയിം ഇച്ചിരി ഒന്ന് ആയി കഴിഞ്ഞാൽ എല്ലാവരും വിചാരം നമ്മൾ ഇവിടെ കിടന്ന് പൈസ കൊണ്ട് അമ്മാനും ആടുവാണ്. ആ ഒരു രീതിയിലാണ്. നമുക്ക് പൈസ കിട്ടുന്നില്ലെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷെ കിട്ടാതിരിക്കുന്ന സമയം പോലും ഉണ്ട്. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളത് സത്യം നമ്മളൊന്നും ഈ സൊസൈറ്റിയുടെ മുന്നിൽ അതെടുത്ത് കാണിക്കാറില്ല. അത് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ എനിക്കത് ഭയങ്കരമായിട്ട് കുറെ കമന്റ്സ് ചെയ്യുന്നത് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്തോ വലിയ ആളാണെന്ന് കാണിക്കാനുള്ള രീതിയിൽ വീഡിയോ എടുക്കുന്ന രീതിയിൽ ഞാൻ അങ്ങനെയല്ല. എന്തെങ്കിലും ഇടണമല്ലോ എന്ന് വെച്ചോണ്ട് സത്യം പറഞ്ഞാൽ എടുക്കുന്നതാ. എന്തെങ്കിലും ഇടണമല്ലോ എന്ന് പറഞ്ഞാൽ പൈസ വേണമല്ലോ, ആ ഒരു ഇതാ നമ്മുടെ വരുമാന മാർഗത്തിലൊന്നും ഇതാ. ഒന്നല്ല, ഇതേ ഉള്ളൂ വരുമാന മാർഗം എന്ന് പറയാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും കമന്റ് റിയാക്ഷനിലേക്ക് കിടക്കാം. നല്ല വെടിക്കെട്ട് കമന്റുമായിട്ടാ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. എല്ലാം ഒന്നും എടുത്ത് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായി. പറഞ്ഞിട്ടും അത് വെറും ന്യായീകരണങ്ങൾ മാത്രമായിട്ടാണ് ചിലർ ഇപ്പോഴും എടുത്തേക്കുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് കുറെ പേരൊന്നത് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. വീഡിയോയിട്ടാണ് നിങ്ങളോടൊക്കെ എത്ര തവണ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ തന്നെ ഇതിനൊക്കെ ഞങ്ങൾ ആ വീഡിയോ ഒന്ന് കാണിക്കാം. എന്റെ മോളാ രുക്മിണി പാലക്കാട് കോളേജിൽ പഠിക്കായിരുന്നു. ഡിഗ്രി ഇംഗ്ലീഷ് മീഡിയം. സന്തോഷായി. ആ വീഡിയോയ്ക്കാണ് ഇങ്ങനെയുള്ള ഒരു കമന്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഊഹിക്കും. ഇത്രയും വളർന്നപ്പോഴാണോ ആ പ്രായമായ അച്ഛന്റെ തോളത്ത് കയറുന്നത്? എന്തിനൊരു മര്യാദ ഉണ്ട്? ഇത് കുറച്ച് ഓവറാണ്. ഇത് പറഞ്ഞത് അവര് ഏത് പ്രായത്തിലുള്ളവരാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ മകൾ ഇനി എത്ര വളർന്നെന്ന് പറഞ്ഞാലും എനിക്കത് എന്റെ മകള് തന്നെയല്ലേ. എനിക്ക് എന്റെ മകളെ ഇപ്പം ഞാൻ പറയാലോ, ഞാൻ പല ദിവസങ്ങളിലും എന്റെ കുഞ്ഞിന് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ട് പല സമയങ്ങളിൽ ഈ പ്രായത്തിൽ തന്നെ ഞാൻ അവനെ പൊക്കിയെടുത്ത് കാറെ കയറ്റുന്നതും
ഒക്കെ എടുത്ത് വീൽ ചെയറിലോട്ട് കയറ്റുന്നതും അന്നേരം എനിക്ക് ഒരു വേദനയും തോന്നില്ല. അതുപോലെ അതിന്റെ അതേ വേദന പോലും തോന്നുന്നില്ല എന്റെ മോളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എടുത്ത് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ എന്റെ കോളത്തിരുത്തുമ്പോഴോ എനിക്ക് അത് പ്രയാസമൊന്നും തോന്നാറില്ല. എന്റെ മക്കളാ അത്. അഥവാ എനിക്കിനിയും പ്രയാസം തോന്നിയാൽ പോലും എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. ഞാനത് ഏറ്റവും കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ മക്കളെ കൊണ്ട്. അപ്പൊ എനിക്കത് ഇഷ്ടമാണ്. അതിനകത്ത് നിങ്ങൾ ഈ ആവശ്യമില്ലാതെ അതിനെ വേറൊരു രീതിയിലോട്ട് കാണുന്നത് ഞങ്ങൾക്ക് അത്രയും Guys, ഞാൻ ഈ വീട്ടില് ഇവരെ എല്ലാരെയും കാണാൻ തുടങ്ങിയിട്ട് ഒരു 3-3.5 കൊല്ലമായി. ഈ 3-3.5 കൊല്ലമായിട്ട് ഇവരിങ്ങനെയൊക്കെ തന്നെ എല്ലാരും. ഇപ്പൊ നിങ്ങള് അതായത് ഇപ്പൊ വീഡിയോ എടുത്ത് ഇപ്പം പുറത്തുള്ളവര് കാണാൻ തുടങ്ങിയിട്ട് കൂടി പോയി. ഇപ്പം 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ആ 1 വർഷം അല്ല നമ്മള് ജീവിക്കാൻ തുടങ്ങും. ഞാൻ ജനിക്കുന്ന സമയം തൊട്ട് ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് പ്രത്യേകിച്ച് അല്ലേ തന്നെ എനിക്കൊരു വീഡിയോ എടുക്കണം, അച്ഛനെ കൊണ്ട് പൊടിഞ്ഞേക്ക് ഞാൻ കേറട്ടെ എന്ന് പറയണ്ട. അങ്ങനെ അതെന്തുവാ അത്? ഇങ്ങനെയൊക്കെയാണ് ഒരു വീട്ടില് അച്ഛനും നല്ല തന്ത എന്നുള്ള മോളും ഒക്കെ ആവുമ്പോ എല്ലാ അങ്ങനെയൊക്കെയാണ്. പെൺപിള്ളേരും അച്ഛന്മാരുടെ തോളത്ത് കയറണമെന്നല്ല ഞാൻ പറയുന്നത്. തോളത്ത് കയറുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നമല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്തയ്ക്കും ഇത് പ്രശ്നമില്ല, ഇത് മോക്കും ഇത് പ്രശ്നമില്ല. പ്രശ്നമില്ല. ഇത് അത് പിന്നെ കാണുന്നവർക്കാണ് അത് പ്രശ്നം. അതിനല്ല മോനെ ഞാനിപ്പം സ്കൂട്ടറിൽ പോവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കോട്ടയത്ത് പോകണമെങ്കിലോ അല്ലെ ചങ്ങനാശ്ശേരി പോകണമെങ്കിലോ ഞാനും മോളും മോനും അങ്ങനെ ഞങ്ങള് 3 പേരും അതായത് വലുതായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ചെറുതായിരുന്ന സമയത്ത് ഞാനും അവളും ഇത് കാണുമ്പോഴത്തേക്കും മക്കളും പോലീസ് അല്ലല്ല ഇപ്പോഴത്തെ കാലം ഇപ്പോഴത്തെ നിയമത്തിന്റെ അനുസരിച്ചുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു ആ സമയത്ത് ഞങ്ങള് 3 ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് യാത്ര ഒരു ഫുഡ് കഴിക്കണേ പോലും ഞങ്ങൾ ഇങ്ങനെ അന്ന് സ്കൂട്ടർ കൂടുതൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. സ്കൂട്ടറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ചേ പോവുള്ളൂ. ആഹാരം ഒരുമിച്ചാണ് കഴിക്കുന്നത് എടുക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളത് എല്ലാവരും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് ഇത്. ആ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളത് ഈ നമ്മുടെ കുഞ്ഞുങ്ങള് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. കമന്റ് ആദ്യം ആ തന്തേനെ ചവിട്ടണം. മരവാഴ എന്ത് കോപ്പിലെ വീഡിയോ ആണിത്. ആദ്യം പറഞ്ഞത് ഓക്കെ, ആദ്യം തന്ത ചവിട്ടണം, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ബാക്കി പറഞ്ഞത് എന്ത് എന്റെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ചവിട്ട എനിക്ക് കൊച്ചിലെ കൊച്ചിലെ ഇപ്പം പുള്ളിക്കാരൻ എനിക്ക് ചവിട്ടണമെങ്കിൽ പുള്ളിക്കാരന്റെ വീട്ടിൽ തന്നെയാണ് പുള്ളിക്കാരൻ അവന്റെ വിവരദോഷം എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ആണായാലും പെണ്ണായാലും. അവൻ കാരണം അവർക്ക് പൊട്ടനാ. പൊട്ടനാണ്. അതാണ് അവൻ മരവാഴ എന്ന് പറയാൻ പറ്റത്തില്ല. അവന് ഈ കേട് വാഴ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കേട് പിടിച്ച വാഴയുണ്ടല്ലോ നമുക്ക് ഉപയോഗമില്ലാത്ത ആ ഒരു വാഴ. അല്ല സംഭവം എന്തിനൊരു വീഡിയോ ചെയ്യുന്നതിനാണോ? അപ്പൊ നിങ്ങളുടെ വീട്ടിലെ അച്ഛനന്മാരൊന്നും വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലെന്നുണ്ട് ഒരു മോളെ തോളി കയറ്റുന്ന ആള്. ഒരു പെൺകുഞ്ഞിനെ ജനിച്ചപ്പോ തൊട്ട് തോളി കയറ്റാത്ത എത്ര അച്ഛന്മാര് കാണും നമ്മുടെ നാട്ടില്. അപ്പ കേട്ടെങ്കിൽ പിന്നെ ഇപ്പൊ കേട്ടുന്നതിന് എന്താ? പ്രായമായവരെ എടുത്തോണ്ട് നടക്കുന്ന എത്ര മക്കളുണ്ട്. എല്ലാരും നടക്കണം എന്നല്ല. അപ്പൊ അതിന് നിങ്ങൾ കുറ്റം പറയും. ഇനിയിപ്പൊ എന്ത് ചെയ്താലും കുറ്റം പറയാന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണെന്നുള്ളത്. എനിക്ക് ഈ വീഡിയോ ഒക്കെ ഇടുന്നതിന് ഇത് നമ്മള് ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് നാട്ടുകാർ കാണുന്നത്. ഇതിനകത്ത് ഒരു കമ്പനിയാണ് അത് എടുത്തിട്ടില്ല. ഞാനങ്ങ് ഓർത്തപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്തു നിന്നൊക്കെ നിങ്ങൾ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ആ വീഡിയോക്കകത്ത് ഇൻഫ്ലുവൻസ് ആരും ചെയ്യണ്ട. അത് അതിനു വേണ്ടിയല്ല ആ വീഡിയോ ചെയ്തേക്കുന്നത്. അത് ചിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് വെച്ചാൽ ചിരിക്കേണ്ടാത്തവര് ചിരിക്കണ്ട, കാണണ്ട, കമന്റ് ഇടണ്ട. നിങ്ങളിപ്പോ കമന്റ് ഇട്ടില്ല നമ്മൾ നമുക്കത് വലിയ അയ്യോ എന്തുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇട്ടില്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കത്തില്ല. ഈ ഒരു വീഡിയോ അതിനകത്ത് ജഗതി അല്ലെന്നുണ്ടെങ്കിൽ ജഗതി മീശം, അതിനകത്ത് ദിലീപ് അല്ലെന്നുണ്ടെങ്കിൽ കാവ്യ മാധവൻ അതേപോലെ ചെയ്ത് അവര് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് നമ്മൾ അതല്ലാണ്ട് ചെയ്യാനാണ് ശ്രമിച്ചേക്കുന്നത്. അതുപോലെ കോമഡി ആക്കാനാണ് ശ്രമിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ആ വീഡിയോ തന്നെ റീക്രിയേഷൻ ചെയ്ത വേറെ ആൾക്കാരും ഉണ്ട്. അതുപോലെ ഈ പെണ്ണിന് എപ്പോഴും മടിയിലല്ലേ തലേ കയറിയിരിക്കണം. എന്തുവാ വെറുപ്പീര് ജന്മം. വല്ലതും പറഞ്ഞാ പിന്നെ കൂടി പോകും. ഓവറാക്കല്ലേ. ഹസിനോട് നിന്റെ കുറവ് നല്ല കൊണ്ട് കാണാനുണ്ട്. എന്താ പറയാന്? എനിക്ക് അവനെ മടി ഇരിക്കുന്നത് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മടി ഇരിക്കുന്നത്. പക്ഷെ എനിക്കിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കാരണം എനിക്ക് അങ്ങനെ മടി ഇരിക്കാൻ പറ്റാറില്ല. അല്ലെങ്കിൽ ഞാൻ ഇരിക്കത്തില്ല. അവൻ പറയുമ്പോഴേ ഞാൻ പറയും കുഞ്ഞ അല്ല തന്നെ ഇവനെയൊക്കെ ഇത് ബോധിപ്പിക്കേണ്ട കാര്യം എന്തുവാ? അല്ല അവനെ ബോധിപ്പിക്കുമ്പോ നമ്മള് ഈ ഞാൻ മടി ഇരുത്തണ്ടോ എനിക്ക് അവളോട് എന്തൊക്കെ കാണിക്കണം അതൊക്കെ എന്തിന് ഇവന്മാരെനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തോളിൽ എടുത്തോണ്ട് നടക്കുന്ന ഇതൊക്കെ നമ്മുടെ ഇതല്ലേ, ഇത് സന്തോഷമല്ലേ. അവളെ തോളിൽ ഇരുത്തണോ മടിയിൽ ഇരുത്തണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. അപ്പൊ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ ഇവർക്ക് ഉളുപ്പില്ല. റീച്ചിന് വേണ്ടി ഇവൾ
പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയണം, ഇവൾ ഏതറ്റം വരെയും പോകും. ബഹുമാനം കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കണം. അച്ഛന്റെ സ്ഥാനം അച്ഛന് വേണം. അല്ലാതെ അയാളുടെ മണ്ടയിൽ ഇരുന്ന് കൊപ്രായം വൃത്തികെട്ടോ. ഈ പെണ്ണാണ് ഞാൻ പറഞ്ഞത്, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ പുള്ളിക്കാരി അവർ അച്ഛന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കാത്ത എന്റെ പ്രശ്നമല്ല. അല്ല, അല്ലാതെ അവളുടെ അച്ഛൻ അങ്ങനത്തെ ആളുമല്ലോ. ആളായിരിക്കും ചിലപ്പോ അവളുടെ അങ്ങനെ അച്ഛൻ ചിലപ്പോ തുറന്ന് കയറിയിരിക്കാൻ പറ്റാത്തത്. കാരണം അവരുടെ അച്ഛൻ നോക്കുന്ന നോട്ടം മോശക്കാരനല്ലേ തൊടുന്ന ആയിരിക്കും. ഇതെല്ലാം വേറെ രീതിയിലായിരിക്കും. അങ്ങനെ ഒരു രീതിയിലായിരിക്കും ആ കൊച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ആ കൊച്ചിന് അങ്ങനെ തോന്നുന്നത്. ബഹുമാനം കൊടുക്കാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ബഹുമാനം മാത്രം കൊടുക്കേണ്ട ഒരാളൊന്നും അല്ല അച്ഛൻ. ഈ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാ നിങ്ങളുടെയൊക്കെ നാട്ടില് ഒരു താലെ തൊട്ട് എഴുതാക്കിയായിരിക്കും. എടുത്തോണ്ട് നടക്കുന്നതും ഫ്രണ്ട്സിനെ പോലെയൊക്കെ നിൽക്കുന്നതും അച്ഛന്മാരൊക്കെ തന്നെ. അല്ല, ഇവക്ക് എന്തിന്റെ കഴപ്പാ ഇങ്ങനെ ഇരുന്നിട്ട് ഈശോ അപ്പോൾ നല്ലപോലെ ആയിരുന്നെങ്കിലോന്ന്. ഞങ്ങൾ തകർക്കും. അതെ, നല്ലപോലെ ഞാൻ നിങ്ങളാരും നല്ലപോലെ കാണിക്കാനായിട്ട് പോലും അതെ നല്ലപോലെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പം നല്ല അടിപൊളിയായിട്ട് ജീവിച്ചേനെ. ഈ കാണുന്നതിനെക്കാട്ടിനും, അതായത് ഇപ്പൊ നമ്മളെ സന്തോഷത്തിലല്ലെന്നല്ല, ഇതിനെക്കാട്ടും നന്നായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ചേനെ. അത് പറഞ്ഞ സത്യമാ. അതെ, പക്ഷെ കഴപ്പ് നിങ്ങൾക്കാ. അത് നിങ്ങൾക്കാ ഈ കമന്റ് ഇത്രയും കഷ്ടപ്പെട്ടിടുന്ന. കഷ്ടപ്പെട്ട് ഇട്ട കഴപ്പ് എന്തായാലും നിങ്ങൾക്ക് അത് അത്രയും ചിന്തിച്ചതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇതിനെക്കാട്ടും അത് ഇതിപ്പം ആർക്കും കാണാൻ വയ്യാത്തൊരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അതിന് ഒരു അവനാ പറഞ്ഞതിനോ അല്ലെങ്കിൽ അവളാ പറഞ്ഞതിലോ അർത്ഥമുണ്ട്. ഇതിപ്പം ആ മക്കളും അച്ഛനും സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇങ്ങനൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോ കഴിഞ്ഞ ഈ പറയുന്നതിനൊക്കെ ഒരു ന്യായമുണ്ട്. അതെ, കഴിഞ്ഞ ദിവസം എന്റെ മോള് പറഞ്ഞ് അച്ഛൻ എന്നെ മാത്രം എടുത്തിട്ടില്ല, എടുത്തൊരു വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞു. ഈ മോളെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് മരുമകളെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്നെങ്കിൽ അത് എന്റെ മോള് തന്നെയാണ്. എന്റെ മോൻ കെട്ടിക്കൊണ്ട് വന്നു എന്റെ കുഞ്ഞ്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് അങ്ങനെ പറയാനുള്ള കാരണം അതെങ്കിലും നിങ്ങൾക്ക് അത്ര നല്ലൊരു ഷോൾഡർ, അത് സോഫ്റ്റ്. ഇവൾക്ക് അസുഖം വേറെ. അടുത്തൊരു കമന്റ് ഇങ്ങനത്തെ കുറെ അസുഖം കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. കാലുവേദനയുണ്ട്, നടുവേദനയുണ്ട്, കുറെ അസുഖമുണ്ട്. മനസ്സിലാക്കാൻ ഞാൻ മിക്കവാറും ഈ മറ്റേ ഈ ഞങ്ങൾ രണ്ടും അപ്പുറം ഓരോ കട്ടിലേക്ക് കിടന്ന് തിരുമ്മിക്കൊണ്ടിരിക്കുന്നതാ. ഞാൻ കുഴമ്പ് വെച്ചിട്ട് ഇവക്ക് കുഴമ്പ് കൊടുക്കും. എന്തൊക്കെ അറിയണം. കഷ്ടം ഒന്നും പറയുന്നില്ല. വീൽ ചെയറിൽ ഇരിക്കുന്ന കോന്തനെ പറഞ്ഞാൽ മതിയെന്ന്. ഓക്കൃത്തരം പറയരുത്. ഞാനവിടെ ആക്ഷൻ എന്ന് പറയുമ്പോ ഇന്ന് കിടിലോട്ട് അഭിനയിച്ചത് അല്ലേ? അപ്പൊ ഞങ്ങൾ അഭിനയിച്ചത് കൊള്ളത്തില്ലെന്നാണ് നീ പറഞ്ഞത്. എനിക്ക് ഒറ്റ ഡയലോഗ് ഉള്ളതിലും ആ ഡയലോഗ് എന്ത് കിടിലോട്ട് ഞാൻ പറഞ്ഞത്. ഇവരെ പോലെ ആയിരുന്നോ? എന്നിട്ട് നിങ്ങൾ ഈ കോന്തൻ എന്നൊക്കെ പറഞ്ഞ അവനെ സുന്ദരനായിട്ടുള്ള ഒരുത്തനെ ഒരു വയ്യാത്ത ആളെ ഡെയിലി കാണിച്ച് നീ സുഖിക്കാൻ പണം ഉണ്ടാക്കാൻ നിക്കല്ലേ, വെറും ബോറാണ്. ഇപ്പൊ കണ്ടന്റ് ഇല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ പുള്ളിക്കാരന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. വെറുതെ ഇരുന്നാ നിന്റെ അച്ഛൻ കാശ് കൊണ്ട് തരുമോ? കാശ് വേണ്ടടാ. അത് മാത്രമല്ല, എനിക്ക് ഇതിനകത്തൊന്നും പൈസ ഇട്ടിട്ട് ഞാൻ അങ്ങ് സുഖിക്കുവല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവനെ കാണിച്ചിട്ട് എനിക്ക് പൈസ ഇട്ടിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ഇവര് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാറുള്ളൂ. നിങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ വല്ല വീഡിയോയും കണ്ടിട്ട് ഇങ്ങനെ അല്ല, നമ്മള് ചിലപ്പോ മാസത്തിൽ ഒരു വീഡിയോ ആയിരിക്കും ഇങ്ങനത്തെ എന്തെങ്കിലും. ഇത് കോപ്രായാന്ന് തന്നെ വെച്ചോ, ഇത് കോപ്രായാന്ന് വെച്ചോ, ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോ ഇടുന്നത്. നമ്മൾ ബാക്കി എന്തോരം നല്ല വീഡിയോസ് ഇടാറുണ്ട്. അതിന്റെ അടിയിലൊന്നും ഇതിന്റെ ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും കാണാറില്ല. അപ്പൊ നിങ്ങൾ നോക്കിയിരുന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസിന്റെ അടിയിൽ മാത്രം ഇടുവാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനി ഇടുന്നുള്ളൂ. നല്ലൊരു തീരുമാനം. അല്ല, ഇതിന്റെ ഇടയിൽ ചിലർ രേണു സുധിയെ പോലെ ആകാൻ ശ്രമിക്കുവാണോ? രേണു സുധിക്ക് എന്താ പ്രശ്നം? അല്ല, രേണു സുധിക്ക് എന്താ പ്രശ്നം? രേണു സുധി ഫസ്റ്റ് അവരുടെ കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആകുന്നു, റീച്ച് ആകുന്നു നോക്കുമ്പോ അവര് പിന്നെയും ജീവിക്കാൻ വേണ്ടി വീഡിയോസ് അങ്ങനെ തന്നെ എടുക്കാനാണ് ശ്രമിച്ചത്. അവർക്ക് ജീവിക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു അസുഖം വന്നു, ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ചെന്നിട്ട് കരഞ്ഞു മെഴുകുന്നവരൊക്കെ 10 തവണ അവരുടെ വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളവരായിരിക്കും. ഇങ്ങനെ ഒരാൾ മാറുമ്പോൾ മറ്റൊരാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനത്തെ കുറെ ആൾക്കാരുടെ പ്രശ്നം. അല്ലെങ്കിൽ അതിനകത്ത് അവര് ചെയ്ത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. അല്ലാതെ കമന്റ് ഇടണ്ട. കമന്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം വരുന്നത്? നിങ്ങൾ ഈ കമന്റ് ഇടുമ്പോൾ നമുക്ക് റീച്ച് തന്നെ കിട്ടും. നിങ്ങൾ കമന്റ് ഇടണ്ട, നമ്മൾ പറയുന്നില്ലല്ലോ. ഇങ്ങനെ എഫേർട്ട് എടുത്ത് കമന്റ് ചെയ്ത എത്ര പേർക്ക് അപ്പൊ കമന്റ് ഇടും നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം തന്നെ? അച്ഛനെയും പെങ്ങളെയും അതിനകത്ത് തന്നെ എന്തോരം നല്ല കമന്റ്സ് ഉണ്ടെന്നറിയാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കമന്റ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സ്വന്തം അച്ഛനെയും അമ്മയും അനിയത്തി അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും വന്നിട്ട് അങ്ങനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടോന്ന് ഒരിക്കലും വന്നിടത്തില്ല.
അല്ല അതുപോലത്തെ പല അങ്ങനെ കമന്റ്സ് അങ്ങനെ വരുന്നത്. പറഞ്ഞവരും ഉണ്ട്. ഇങ്ങനെ കമന്റ് ഇട്ടവർ താഴെ ഒന്നും നല്ല അങ്ങനെ രീതിയിൽ ഉണ്ട്. മറുപടി പറയുന്നവരും ഉണ്ട്. ഹാറ്റ്സ് ഓഫ് യു ഗൈസ് അവർക്ക്. ഒരു പെണ്ണാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. ഗൈസ് അത് താഴെ കൊടുക്കാം. കൊടുക്ക അത് പറയുന്നത് പോലും വളരെ ഒരു മോശമാണ്. ഇതിനെന്തോ പറയേണ്ടത്. ഏതറ്റം വരെയാണ് ഇവരിങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ഞാൻ മനുഷ്യനായതുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പോ വിഷമം വരും. അല്ലെന്നുണ്ടെങ്കിൽ പെണ്ണൊന്നും ആയിരിക്കത്തില്ല. ഇന്നിപ്പോ ഞാൻ ഈ ഇവിടെ ഇരിക്കാനുള്ള കാരണം തന്നെ എൻ്റെ കുഞ്ഞിന്റെ സങ്കടം. കാരണം ഇത് വായിച്ചിട്ടായിരിക്കാം അവള് കുറെ അഴുക്ക് കമന്റുകൾ കണ്ടതിന്റെ ഒരു സങ്കടം. അപ്പൊ ഞങ്ങള് അത് കൊറേ പന്ന കമന്റ് കാണാറുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തോ ഇത് എന്തുവാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കണ്ട ആ കമന്റ് ഉണ്ടല്ലോ, അത്രയൊക്കെ പറയേണ്ട ഒരു നിങ്ങളൊക്കെ ശരിക്ക് ഈ സ്നേഹവും കുടുംബത്തിലെ സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അതിന്റെ ഒരു റീച്ചിന് പ്രശ്നമുണ്ട് വേണ്ടി അത്. ഇപ്പൊ മഴൽ മനോരമയില് യദുകൃഷ്ണനെ കൊണ്ടുപോയ ഒരാളല്ല ഞാൻ. അത് കണ്ടിട്ട് നിങ്ങൾ ആരും എന്നെ വിലയിരുത്തുകയും വേണ്ട. ഞാൻ ആ സ്റ്റേജിൽ ഇരുന്ന് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് പറഞ്ഞല്ലെങ്കിൽ യദുകൃഷ്ണന്റെ അടുത്ത് നിൽക്കുന്നു, നമ്മള് ഒന്ന് ചിരിച്ച് കണ്ടെന്ന് വന്നോണ്ട് ആ ഒരാളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മുഴുവനും. ഞാനൊരു മനുഷ്യ സ്ത്രീ, എനിക്ക് ദേഷ്യപ്പെടാനും എനിക്ക് എന്റെ ജീവിതത്തിൽ ഇഷ്ടത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കത്തുള്ളൂ. ഞാൻ ആൾക്കാരെന്ത് വിചാരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ ഇനി അങ്ങനെ ജീവിക്കത്തുമില്ല, താല്പര്യമില്ല. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ ജീവിതവും ഇതിന്റെ കൂടെ കാണിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഒരു മനുഷ്യന്റെ ചില മൂമെന്റ്സ്, നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ര മോശ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഇതിനിടയ്ക്കൊക്കെ ദൂരം കാര്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് സംഭവിക്കുന്നത്, അവർക്ക് സംഭവിക്കുന്നത്, അപ്പുറത്തിരിക്കുന്ന നിങ്ങൾക്ക് സംഭവിക്കുന്നതൊക്കെയായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ എന്റെ അകത്ത് ഒരെണ്ണം പറഞ്ഞേക്കുന്നതാണ് അച്ഛനെ തന്തേന്ന് വിളിക്കുന്ന. അത്ര എനിക്ക് ഇഷ്ടമാണ് എന്റെ അച്ഛനെ തന്തേന്ന് വിളിക്കുന്നത്. എന്നെ പഠിപ്പിച്ചിട്ട് മലയാളം അധ്യാപികയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അച്ഛനെ അമ്മയും തന്തേന്നും തള്ളേന്നാണ് ശരിക്കും വിളിക്കേണ്ടത്, അതാണ് ശരിയായിട്ടുള്ള മലയാളം. പഠിപ്പിച്ച അധ്യാപിക ആരാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ അമ്മ സത്യം അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അന്ന് തൊട്ട് ഞാനത് നല്ല രീതിയിലാണ് വിളിക്കുന്നത്. ഞാൻ എന്റെ അമ്മയെ ഡീന്ന് വിളിക്കാറുണ്ട്. അതിന്റെ ഫ്രണ്ടായിട്ടല്ലെന്നുണ്ടെങ്കിൽ നമുക്കതത്ര സ്വാതന്ത്ര്യം തരുന്നോണ്ടല്ലോ, നമുക്ക് അത്ര സ്നേഹത്തോടെ ഇരിക്കുമ്പോഴല്ല, അല്ലാണ്ട് അമ്മയെ ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴായിരിക്കത്തില്ല എന്തെന്ന് വിളിക്കുന്നത്. അതിനകത്ത് അത്ര വല്ല നമ്മൾ എന്ത് വിളിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തോളത്ത് കയറി ഇരിക്കുന്നു എന്നുള്ളതിലൊന്നും അല്ല കാര്യം. നമ്മൾ എങ്ങനെ കാണുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതിലാ കാര്യം. ഇതൊന്നും അല്ല ഗൈസ് കമന്റ്, ഇതിന്റെയൊക്കെ അപ്പുറം കുറെ ഉണ്ട് നമ്മളുടെ കാരണം ഒരു പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് എന്റെ മുന്നിൽ അത് വായിക്കാനും പറയാനും ഒക്കെയുള്ള സൊസൈറ്റിയുടെ മുന്നിൽ അവരും നമ്മളെ തമ്മിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ പറയുന്ന പോലെ തന്നെ അതിന്റെ ഇടയിൽ തന്നെ വന്ന് പറയുന്നുണ്ടോ, നിങ്ങൾ റീച്ചിന് വേണ്ടിയിലാണ് കാണിക്കുന്നത്, റീച്ചിന് വേണ്ടിയാണ് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമ്മൾ അതിനകത്ത് തുണിയില്ലാണ്ട് കിടന്ന ആടുമൊന്നും അല്ല റീച്ചിന് വേണ്ടി കാണിക്കാൻ വേണ്ടി. സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഓരോ ശരീരഭാഗങ്ങൾ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നില്ല. ഇതിപ്പോ ഞാനിപ്പോ ഇവരുടെ കൂടെ നിൽക്കാൻ കാരണം കുറെ തന്തയില്ലാത്തവന്മാര് കുറെ കമന്റുകൾ എന്റെ കണ്ണുമുമ്പിൽ ഞാൻ കാണേണ്ടി വന്നതിന്റെ പേരിലാണ്. ഞാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് ഇത്രയും പറയാനുള്ള കാരണം. നമ്മളിത് റിയാക്ട് ചെയ്യുന്നില്ല. ഞാനിത് അവനോട് പോലും, ഞാനാണ് ഫേസ്ബുക്കിൽ മിക്ക കമന്റ്സ് നോക്കുന്നത്. ഞാൻ അവനോട് പോലും മിക്ക കമന്റ്സ് നല്ല വൃത്തിയായിട്ട കമന്റ്സ് കാണാറുണ്ട്. ഞാനൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല, എന്നെ അങ്ങ് വിടും. ഞാൻ പൊതുവെ ഇതൊന്നും നോക്കാറില്ല ഗൈസ്. ഞാൻ ഫേസ്ബുക്കിലെ കമന്റ്സ് ഒന്നും അങ്ങനെ നോക്കാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കാറുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ നല്ല കമന്റ്സ് ആണ് ഗൈസ് വരുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിയുള്ളവരാൻ തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. നമ്മൾ അങ്ങനെ പറയുന്നില്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ബുദ്ധിയിലല്ല, പക്ഷെ എന്തോ ബുദ്ധി കൂടിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. അത്രയൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടെടുത്തോളം മൊത്തം അഭിഹിതകഥയും. അപ്പൊ അങ്ങനെ ആകണം, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ നല്ലൊരു മനുഷ്യനെ വൃത്തികെട്ട മനുഷ്യരെ ആക്കണം എന്നുള്ളൊരു രീതിയിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എന്തെല്ലാം, അതായത് ഇപ്പം ഈ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വായിന്ന് വരുന്ന ഓരോ ചീത്തയും നമ്മളെ എത്രയും വൃത്തികെട്ടവരാക്കാൻ പറ്റുമോ അത്രയും വൃത്തികെട്ടവരെ നിങ്ങൾക്ക് ആക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ പോലെ തന്നെ നമ്മളും ആകണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങള് ഇതാകുന്നത്. നമ്മള് നല്ല ആൾക്കാരൊന്നും അല്ല, നമുക്ക് പറയാൻ അറിയാം. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടും വൃത്തികേടായിട്ട് നിങ്ങളോട് തിരിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കാൻ അറിയാം. എനിക്ക് താല്പര്യമില്ല. എന്തിനാ? അപ്പൊ പിന്നെ ഒരു സോഷ്യൽ മീഡിയ, നിങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടില്ലേ, ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഇതിനകത്തുനിന്ന് എന്ത് ഇതാണ് കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ ആ വീഡിയോ എടുത്ത സമയത്ത് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും എനിക്ക് കൊടുക്കാനില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും, സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയെ കാണിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് അതിനകത്ത്. എത്ര മക്കൾക്ക് സ്വന്തം അച്ഛന്റെ മണ്ടയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയില്.
അല്ലെന്നുണ്ടെങ്കിൽ അതിന് പോലും കെൽപ്പില്ലാതെ എത്രയോ പേരില്ലെന്നുള്ളത് എനിക്ക് ഈ കമന്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ ഇപ്പൊ എനിക്കത് പറയാൻ പറ്റും, ആ വീട് കൊണ്ട് എന്ത് ആൾക്കാർക്ക് കാണിക്കാൻ പറ്റും. എന്റെ അച്ഛന്റെ കൂട്ടത്തിലും എന്റെ ഭർത്താവിന്റെ കൂട്ടത്തിലും എനിക്ക് സന്തോഷകരമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ ഹാപ്പി ആണെന്ന് എനിക്ക് സൊസൈറ്റി കാണിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ജീവിക്കാൻ, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് സൊസൈറ്റി കാണിക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഇൻഫ്ലുവൻസ് ആയിട്ട് തന്നെ ചെയ്യുവാണ് ആൾക്കാരെ. ഗുഡ് പോയിന്റ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നത് സ്റ്റക്കായിരുന്നത്. ബാഡ് കമന്റ് ഇട്ട എന്റെ അത് അങ്ങനെ ഇരുന്നോട്ട്, അങ്ങനെ ഇരുന്നോട്ട്. അത് തന്നെ ഈ ബാഡ് കമന്റ് ഇട്ടെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം നല്ല കമന്റ്, എന്റെ എല്ലാ എന്ന് പറഞ്ഞ ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും. താങ്ക് യു ഗൈസ്. താങ്ക് യു.